പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് തരുന്ന ദൂത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന വചനം ലൂക്കോസിന് സുവിശേഷം 1:49 നിന്നാണ്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. ഇതൊരു പ്രവചന വാക്യമായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൂതാണ്. കർത്താവ് ശക്തനായവൻ വൻ കാര്യങ്ങളെ വലിയവ ചെയ്തിരിക്കുകയാണ്, അവന്റെ നാമം പരിശുദ്ധം തന്നെ. കർത്താവിനോട് ദൂത് പറയാനായിട്ട് നിയോഗം തരുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി, ദൈവം ചിലർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യാൻ പോകുന്നു, വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ അതിനുള്ള സാഹചര്യമോ പ്രതീക്ഷകളോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇല്ലായിരിക്കും, സാധ്യതകളോ സ്വാധീനങ്ങളോ ഒന്നും കാണുകയില്ലായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകുന്നു. വിശ്വാസത്താൽ രാമൻ പറഞ്ഞ്, എനിക്കറിയാം ഈ ദൂത് ഇങ്ങനെ പറയുമ്പോൾ അതിന് മറ്റൊരു വാലും തലയും ഇല്ലാതെ ഒരു പറച്ചിലായി പോയാലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കും. പക്ഷേ കർത്താവ് പറയുന്ന വാക്കിനെ നമ്മളൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തോ, അത് ആ വാക്കായിട്ട് തന്നെ വൻ കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, എനിക്ക് വേണ്ടി ദൈവം ചെയ്യും. വൻ കാര്യങ്ങളെ ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. കാരണം അവൻ വലിയവനായ ദൈവമാണ്. 126 സങ്കീർത്തനത്തിലെ 2-3 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. കേട്ടോണം, ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ഇത് ഞാൻ പറയുന്ന ഒരു പ്രോഫസിയാ. മറ്റുള്ള ആളുകൾ പറയും, ദൈവം അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സ്വന്തം പറയുന്നതല്ല, നമ്മൾ സാക്ഷ്യം പറഞ്ഞതല്ല, മറ്റുള്ളവർ പറയാണ് ദൈവം അവരുടെ ഇടയിൽ വൻ കാര്യം ചെയ്തു. ആരുടെ ഇടയിൽ? അടിമകളാക്കപ്പെട്ട ജനം, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനം, സ്വന്തമായ നാടില്ലാതെ മറ്റു നാട്ടിലേക്ക് പ്രവാസികളായി പോയ ജനം, ദീർഘവർഷങ്ങൾ തലമുറകളുമായി ആരുടെയൊക്കെയോ ആശ്രയത്തിൽ ജീവിക്കേണ്ടി വന്ന ജനം, ഉപദ്രവം ഏറ്റുവാങ്ങി ജോലി ചെയ്യേണ്ടി വന്ന, ആഹാരം ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കേണ്ടി വന്ന ജനം, അവകാശങ്ങളെല്ലാം തട്ടിപ്പറിക്കപ്പെട്ട് അടിമകളാക്കപ്പെട്ട ഒരു കൂട്ടം ജനം. അവരോട് പറയാണ്, ജാതികൾ അവരെ കുറിച്ച് പറയാണ്, ദൈവം അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ ജനം ഇത്തരത്തിൽ കടന്നുപോയ വലിയ ഒറ്റപ്പെടലിന്റെ ശോധനയുടെ നടുവിൽ ദൈവം അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു. 3-ാമത്തെ വാക്യം കേട്ടോണം. ഈ സങ്കീർത്തനത്തിന്റെ 126 വാക്യം, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇത് സ്വന്തം സാക്ഷ്യമാണ്. 2 മേഖലയിൽ നിന്ന് സാക്ഷ്യം പറയും. യഹോവ അവരിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു നമ്മളെ കുറിച്ച് ജാതികൾ സാക്ഷ്യം പറയും, മറ്റുള്ളവർ സാക്ഷ്യം പറയും. ദൈവം ഞങ്ങളിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് സ്വന്തമായി തന്റെ ജനം സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ഈ സ്ഥിതി ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുത്താൻ പോകുക. ഈ മാറ്റം, ഈ ഒരു വലിയ കാര്യം നിങ്ങളുടെ വീടിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് സ്വീകരിക്കുമോ? നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവം ഇങ്ങനെ ഒരു കാര്യം, വൻ കാര്യങ്ങളെ ചെയ്തു. ഹല്ലേലൂയ. ജനം അത്ഭുതം കൂടുമാർ, സാക്ഷ്യം പറയുമാർ, ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഹല്ലേലൂയ. വൻ കാര്യങ്ങളെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഇനി 2 വാക്യം കൂടെ ഞാൻ വായിക്കാം. 31-ാമത്തെ സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നോക്കിയോ, ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന എല്ലാം വൻ കാര്യങ്ങൾ തന്നെയാണ്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത്, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ദൈവം സംഗ്രഹിച്ചു വെച്ച നന്മ വലിയതാണ്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാണ്. ആമേൻ. നമ്മുടെ ആരംഭത്തിൽ നമ്മൾ അറിയുന്നില്ല ദൈവം നമ്മളെ എവിടെ കൊണ്ടുപോകുന്നു. നമ്മുടെ കഷ്ടതയുടെ തീച്ചുളയ്ക്കകത്തൂടെ പോകുമ്പോൾ ദൈവം നമ്മെ എവിടെ വരെ ഉയർത്തുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ
കടന്നു പോകുന്ന സാഹചര്യം എളിമപ്പെട്ട അല്ലെങ്കിൽ എളിയ സാഹചര്യമായിരിക്കാം. ആ മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുകയില്ലായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക, കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക. D.L. മൂഡി എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക, കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുക. നമ്മുടെ ദൈവം വലിയവനായ ദൈവം, അവൻ ശക്തനായ ദൈവം. അവനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് വൻ കാര്യങ്ങളെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ അകത്തേക്ക് വന്ന് കയറുമ്പോഴാണ് നമ്മളെ അസാധാരണ വ്യക്തികളാക്കി ദൈവം മാറ്റുന്നത്. ഹല്ലേലൂയ. അതിന് നമുക്ക് ദൈവത്തിലുള്ള ഒരു ഉന്നതമായ വിശ്വാസം വേണം, ഒരു വലിയ വിശ്വാസം വേണം. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. യോനാഥാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, 1 ശമൂവേൽ 14-ാം അധ്യായത്തില് യോനാഥാൻ പറയാണ്, ഫെലിസ്ത്യ സൈന്യത്തെ നേരിടുവാൻ നമ്മൾ രണ്ടുപേരും മതി. ഒരു ആയുധവാഹനോട് പറയാണ്, നമ്മൾ മതി. കാരണം അല്പം കൊണ്ടോ അധികം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ. ഒടുവിൽ യോനാഥാൻ ഫെലിസ്ത്യ സൈന്യത്തിന്റെ അടുക്കൽ ഒരു പർവ്വതം, ഒരു ഗുഹ, വലിയ മല കയറി ചെന്നു. പാറക്കെട്ടുകൾ കയറി അവൻ ചെന്നു. അവനെ അവിടെ വെട്ടി താഴെയിട്ടില്ല. ദൈവം വലിയ ഇടിമുഴക്കം ഉണ്ടാക്കി, വലിയ ശബ്ദം കേൾപ്പിച്ച് ഫെലിസ്ത്യരെ ഓടിച്ചു. വിശ്വാസമുള്ളവന് വേണ്ടി ദൈവം ഇടിമുഴക്കം നടത്തും. വിശ്വാസത്തെ സ്റ്റെപ്പ് വെക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ വൻ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നോക്കരുത്. ഈ സാഹചര്യത്തിൽ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? സഹോദരങ്ങളെ, സാഹചര്യം അനുകൂലമാകുമ്പോൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നടക്കുമല്ലേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? എല്ലാം പ്രതികൂലമാകുമ്പോൾ. ഇപ്പം പൗലോസും അവനോട് കൂടെ 275 യാത്രക്കാര്, 276 പേര് റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ മധ്യധരണിയായി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയിൽ അവിടെ ക്രേത്ത ദ്വീപ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം, അഡ്രിയാറ്റിക് ഓഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അദ്രിയക്കടൽ. അവിടെ വന്നപ്പോഴേക്കും ഈശാനുമൂലം കൊടുങ്കാറ്റടിച്ചു. ഈശാനുമൂലം കൊടുങ്കാറ്റ്, നോർത്ത് ഈസ്റ്റ് വിൻഡ് അടിച്ച് അവരുടെ കപ്പൽ പാറിപ്പോയി, തകരുക. എടുത്തുലയ്ക്കുക 275 യാത്രക്കാർ. അവരെല്ലാം മരിക്കുമെന്നുള്ള കാര്യം തീരുമാനമായി. അത് പെട്ടെന്ന് മുങ്ങാതിരിക്കാൻ വേണ്ടി ആ കപ്പലിലുള്ള മുഴുവൻ സാധനങ്ങളും, ചരക്കുകളും താഴെക്കളഞ്ഞു, വെളിക്കളഞ്ഞു. മരണം കാത്തുകൊണ്ട് രാത്രിയാതെ പകലാതെന്ന് അറിയാതെ കിടക്കുന്ന സമയത്താണ് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 23-ുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചെന്ന് പൗലോസ് ദൈവശബ്ദം കേട്ടിട്ട് ആ സഹോദരങ്ങളോട് വന്ന് പറയുക, നിങ്ങൾ ഭയപ്പെടണ്ട, എന്നോട് അരുളിച്ചതുപോലെ കർത്താവിനോട് പറഞ്ഞത്, പൗലോസേ നീ ധൈര്യമായിരിക്കുക, നീ ഭയപ്പെടണ്ട, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും. പൗലോസ് അവരോട് പറഞ്ഞത്, എന്നോട് അരുളിച്ചതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. കേട്ടോ, അതായിരുന്നു അവിടെ വേണ്ടത്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അത് പറഞ്ഞപ്പോൾ അതിന്റെ പ്രവൃത്തി അവിടെ നടന്നു. അവൻ വിശ്വസിച്ചു. ആ 276 പേരെ അവൻ നേടാൻ പറ്റി. കർത്താവ് പറഞ്ഞു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയാം, വിശ്വാസമുള്ള ഒരാൾ മതി ഒരു കുടുംബത്തിൽ. ഒരാൾ മതി, ആ കുടുംബം മുഴുവൻ വിടുതൽ പ്രാപിക്കും. ചിലർ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞു, നമ്മുടെ ചില വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. ചിലർ പറയും, 9 പേരുള്ള വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ വിശ്വാസി, അതുകൊണ്ട് ഈ 8 പേരും എന്നോട് ഫൈറ്റാ, അതുകൊണ്ട് എനിക്ക് മുന്നേറാൻ കഴിയാത്തത്. അങ്ങനെയല്ല. 8 പേരോ 10 പേരോ ഉണ്ടായിട്ട് ഒരാളെ ഉള്ളൂ വിശ്വാസിയെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്നവനെങ്കിൽ, ദൈവപ്രവൃത്തി അംഗീകരിക്കുന്നവനെങ്കിൽ, കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നവനെങ്കിൽ, പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് ആരാധിക്കുന്നവനെങ്കിൽ, ആ ഒറ്റയാൾ മുഖാന്തരം ബാക്കിയുള്ളവരെ മുഴുവൻ അവന്റെ ആത്മീയ അധികാരത്തിന്റെ കീഴിൽ ദൈവം കൊണ്ടുവരും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ബൈബിൾ അതിന് ആധാരമുണ്ട്. അത് 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യം കുറിച്ച് വെച്ചോണം. വിശ്വാസിയായ ഒരാളുണ്ടെങ്കിൽ ആ ഭവനത്തെ അവരുടെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നു. അവർ നിമിത്തമാണ് ആ കുടുംബം വിടുതൽ പ്രാപിക്കുന്നത്. അവൻ ബാക്കിയുള്ളവരൊക്കെ വിശ്വാസികളായിട്ടും വിശുദ്ധരായിട്ടും അല്ല, പക്ഷെ ദൈവം ഒരാളുടെ കെയർ ഓഫ്. ആമേൻ. ഹല്ലേലൂയ. ലോത്ത് അത്ര ഭക്തനല്ലെങ്കിലും ഒരു പകുതി ഭക്തി ഉള്ളവനായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തെ ഒന്ന് വീഴ്ചെടുക്കാൻ ദൈവം തീരുമാനിച്ചു. പക്ഷെ ലോത്ത് രക്ഷപ്പെട്ടു.
വലഞ്ഞുപോയ നീതിമാൻ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ടാണ് ദൈവം ലോകത്തെ രക്ഷിക്കാൻ പോയത്. അപ്പൊ അതുകൊണ്ട് ദൈവം പറയുന്ന വാക്കുകളെ, തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറാകാം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും, വലിയ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. പൗലോസിന്റെ കപ്പൽ തകർന്നു. പക്ഷേ 276 പേരിൽ ഒരാൾ പോലും മരിച്ചില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. ആമേൻ. പൗലോസിനെ ദൈവം കൈസറിന്റെ മുമ്പിൽ, അന്നത്തെ കൈസറായ നീറോയുടെ മുമ്പിൽ ദൈവം കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ദൈവത്തെ വിശ്വസിക്കുക, അവന്റെ വാക്കുകളെ വിശ്വസിക്കുക. ആമേൻ. മറ്റുള്ളവർ സാക്ഷ്യം പറയട്ടെ, സ്വന്തം സാക്ഷ്യം പറയും. ദൈവം ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യമായി മാറട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഈ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു സാധ്യതയും അനുകൂലമല്ലെങ്കിലും ദൈവം അവരുടെ അടിമത്തം മാറ്റി, അവരുടെ നിരാശ മാറ്റി, ദൈവം അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നതിനായി നന്ദി. ഒരു വലിയ സാക്ഷ്യം ഉണ്ടാകട്ടെ. ഇന്ന് കടന്നു പോകുന്ന സകല വേദനയും, സകല കഷ്ടതയും, സകല ന്യൂനതകളും പിന്നത്തേത് ഒരു വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റി. ഈ മക്കളിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം സംഗ്രഹിച്ച നന്മകൾ വലുതായിരിക്കാൻ ദൈവം മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നന്മകൾ പ്രാപിക്കട്ടെ കർത്താവ്. ഈ വീട്ടിലേക്ക് ആ നന്മ വിടുതൽ വരട്ടെ. സമാധാനവും സ്വസ്ഥതയും വരട്ടെ. പ്രാർത്ഥനയുടെ മറുപടി വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമല്ലേ? God bless you. Have a great day.